കൊറോണ കാലം ഒരു വല്ലാത്ത കാലമാണ്. വേൾഡ് ഓർഡർ തന്നെ മാറുകയാണ്. പല മേഖലകളിലും വ്യത്യാസങ്ങളുണ്ടാവും. ചരിത്രത്തിൽ ഇത് അടയാളപ്പെടുത്തി. കൊറോണയ്ക്ക് ശേഷവും കൊറോണയ്ക്ക് മുമ്പ് എന്ന രീതിയിൽ ഒരുപക്ഷെ ഭാവിയിൽ ചരിത്രം BC എന്നും AC എന്നും ഒക്കെ ആകും. ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ എന്നൊക്കെ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. അത്രമാത്രം ലോകത്തെ സമസ്ത മേഖലകളെയും അത് സ്വാധീനിച്ചു. വിർച്വൽ വേൾഡ് അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി, ഇപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു 10 വർഷം കൊണ്ട് വിർച്വൽ റിയാലിറ്റി ആർജിക്കേണ്ടിയ പുരോഗതി ഈ ഒരു മാസം കൊണ്ട് ആർജിച്ചു. ഞാൻ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ 80 വയസ്സുള്ള അമ്മച്ചി സൂമിൽ കയറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആളുകൾ കൂടുതൽ ലൈവ് വീഡിയോകൾ ശ്രദ്ധിക്കാൻ, ലൈവ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനൊക്കെ പരുവപ്പെട്ടു, അല്ലെങ്കിൽ സ്വയം പരുവപ്പെടുത്തി. അത്തരത്തിലുള്ള ഒരു മാറ്റം ഈ വൈറസ് വ്യാപനം കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഒരു പ്രധാന ഗുണം, പല ആളുകളും ഈ പ്രത്യേകിച്ച് പെന്റക്കോസ്റ്റൽ വിഭാഗങ്ങളുടെ നീരാളിപ്പിടുത്തങ്ങളിൽ നിന്ന് കുറെ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി. അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഈ സമയത്ത് നമ്മൾ കാണുന്ന ഒരു പ്രധാന കാഴ്ച, പെന്റക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് പരിഭ്രാന്തരായി ലൈവുകൾ വിടുകയാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഈ ലൈവ് സീരീസിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം ഇപ്പോഴും അവരുടെ ഇടയിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പെന്തക്കോസ്തിലെ ആശയക്കുഴപ്പമാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പെന്തക്കോസ്ത് ഉപേക്ഷിക്കുമ്പോൾ അവസാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് അത് തന്നെയാണ്. അതിപ്പോഴും അവരുടെ ഇടയിൽ നിലനിൽക്കുന്നു. ഒരു ലൈവിൽ തന്നെ ജോയിൻ ചെയ്തു വരുന്ന 5 പേരിൽ 5 പേരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുകയാണ്. അവർക്കിപ്പോഴും അവരുടെ ദൈവം ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അടുത്ത ദിവസവും ചർച്ചകൾ തുടരുകയാണ്. അനിൽക്കോട്ടിത്തോട്ടം എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്തിലെ സുഹൃത്തുണ്ട്. അതിപ്പോൾ ഏതോ ഒരു സ്ത്രീയുമായിട്ട് വീണ്ടും ഇരുന്ന് ദൈവം ആരാണെന്ന് ചർച്ച ചെയ്യുകയാണ്. ഷെയിം ഓൺ യു ഗൈസ്. കാരണം ഒരു തമാശ എന്നേ ഉള്ളൂ, ഒരു തമാശ നിലയ്ക്ക് വേണമെങ്കിൽ അത് കാണാം. പക്ഷേ വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇപ്പോഴും പെന്തക്കോസ്തുകാർക്ക് അവരുടെ ദൈവം ആരാണെന്ന് അറിയത്തില്ല. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എങ്കിലും പെന്തക്കോസ്തുകാർ അവരുടെ ദൈവം ആരെന്ന് അറിയുന്നില്ല. ആകാശത്തിലെ കൊക്കും പെരിഞ്ഞാറയും മീവൽ പക്ഷിയും മടങ്ങിവരവിനുള്ള സമയം അറിയുന്നു. എങ്കിലും പെന്തക്കോസ്തുകാർ മടങ്ങിവരവിനുള്ള സമയവും അറിയുന്നില്ല. ഞാൻ പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമാണ്, അത് തന്നെയാണ് അതിന്റെ അർത്ഥം. കാരണം ഈ ലോകത്ത് ഇന്ന് സൂര്യന്റെ കീഴ്, ഈ ഭൂമിയിൽ, ഈ കറങ്ങുന്ന ഈ ഭൂഗോളത്തില് 5 വൻകരകളിലായിട്ട് അധിവസിക്കുന്ന 850 കോടി ആളുകളിൽ സ്വന്തം ദൈവം ആരാണെന്നറിയാത്ത ഒരേ ഒരു വിഭാഗം ഈ മലയാളി പെന്തക്കോസ്തുകാരാണ്. ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയിട്ട് 3 വർഷമായി. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും എനിക്ക് ജസ്റ്റ് ഒരു മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക. എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി അയച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് വേണമെങ്കിൽ +1 832 679 0404 ആ നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഈ ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ തരാം. നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് യു ക്യാൻ എക്സ്പ്ലെയിൻ ഹൂ ഈസ് യുവർ ഗോഡ്. സിമ്പിൾ 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കത്തുള്ളൂ. നിങ്ങളുടെ ദൈവം ആരാണ്? അപ്പോൾ ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, സ്വന്തം ദൈവം ആരാണെന്ന് അറിയാത്ത അഭിശപ്ത വിഭാഗമായി മലയാളി പെന്തക്കോസ്തുകാർ മാറിയിരിക്കുന്നു. അത് ഓരോ ദിവസവും അവരുടെ ലൈവ് ചർച്ചകളിലൂടെ അവർ നാട്ടുകാരെ അറിയിച്ചുകൊണ്ടും ഇരിക്കുന്നു. സോ ഷെയിം ഓൺ യു ഗൈസ്, ഷെയിം ഓൺ യു. തികച്ചും ലജ്ജാകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴും നിങ്ങൾക്കൊരു കൺക്ലൂഷനിൽ എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ അറിയുന്നില്ല. വളരെ മോശമാണ്. നിങ്ങളുടെ ദൈവം ആരാണെന്ന് അറിയത്തില്ല. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആളുകൾ, പുതുതായി ധാരാളം ചെറുപ്പക്കാർ പെന്തക്കോസ്ത് അബദ്ധ കുഴികളിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന്റെ സയൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പലരും വീഡിയോസ് സെൽഫായിട്ട് ഇറക്കുന്നുണ്ട്.
ഇന്നലെ തന്നെ ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ പേജിൽ പെന്റക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തകരായിരിക്കുന്ന, സാധാരണ വിശ്വാസികളല്ല, പ്രവർത്തകരായിരിക്കുന്ന 6 യുവാക്കൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ആയിരിക്കുന്ന ബിന്നി പി ജോൺ എന്നെ അറിയിച്ചിരുന്നു. 6 പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പെന്തക്കോസ്ത് കൂടുതൽ ആളുകൾ പെന്തക്കോസ്ത് അബദ്ധ കുഴികളിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്ന ശുഭസൂചനകളുടെ സുപ്രഭാതങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പാസ്റ്റർ റാന്നിയിൽ നിന്ന് എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ കൊറോണ കാലത്ത് കൊറോണ ബാധിക്കാത്ത ഏക മൂവ്മെന്റ് ഗ്ലോറിയസ് ഗോസ്പൽ ആണെന്ന്. യെസ്, എല്ലാവരെയും ഗ്ലോറിയസ് ആക്കി മാറ്റിക്കൊണ്ടാണ് കൊറോണ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പൽ ആണ് ട്രൂ ഗോസ്പൽ, അതാണ് ക്ലാസിക് ഗോസ്പൽ, അതാണ് ടൈംലെസ് ഗോസ്പൽ, അതാണ് the gospel preached by Jesus, അതാണ് gospel believed by apostles and gospel transferred by apostles, and the gospel of the church fathers, gospel of the early church, gospel of the east, and അതാണ് untampered version of the gospel, unadulterated gospel, മായം കലരാത്ത സുവിശേഷം, അവിശുദ്ധമാക്കാത്ത സുവിശേഷം, സത്യസുവിശേഷം, gospel of truth, the transparent gospel, സുതാര്യമായ സുവിശേഷം, the simple gospel, gospel in its simple form, ലളിതമായ സുവിശേഷം, the glorious gospel. അപ്പം ആ ഗ്ലോറിയസ് ഗോസ്പൽ എല്ലാ സാഹചര്യത്തിലും നിലനിൽക്കുകയാണ്. അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ് ആണ് നമ്മൾ പ്രീച്ച് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇന്നലെ ലേറ്റ് നൈറ്റിൽ ചാറ്റിങ്ങിൽ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ച ചില കാര്യങ്ങൾക്കുള്ള മറുപടി പൊതുവിൽ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു വിടുകയായിരുന്നു. ഞാൻ പറഞ്ഞു നാളത്തെ ലൈവിൽ പൊതുവിൽ ഞാനിത് പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ഇത് പ്രത്യേകം ഇന്നലെ ലേറ്റ് നൈറ്റിൽ എന്നോട് ചാറ്റ് ചെയ്ത മദ്രാസിൽ നിന്നുള്ള ആ സുഹൃത്തിനുള്ള മറുപടിയാണ്. ദയവായി ശ്രദ്ധിക്കുക. ഞാൻ ഓർത്ത് അദ്ദേഹത്തോട് മാത്രമായി 2-3 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആവുമല്ലോ. അതുകൊണ്ട് പൊതുവായിട്ട് ആ വിഷയങ്ങൾക്കുള്ള മറുപടി, സിമിലർ സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ ഒരു നാളും കടന്നു പോവുകയില്ല. യേശു കർത്താവ് പറയുകയാണ് മർക്കോസ് സുവിശേഷം 13:31. ആ സംശയമാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത്. എന്നാൽ യേശു കർത്താവ് ഒരിക്കലും തൻ്റെ വചനങ്ങൾ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുമെന്നോ ആ ഒരു പുസ്തകങ്ങളിൽ ഒതുങ്ങുമെന്നോ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ സംശയം ഏകദേശം ആ വഴിക്കുള്ള സംശയങ്ങളായിരുന്നു. ബൈബിളിനെ സംബന്ധിക്കുന്ന സംശയമാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി, പ്രീച്ച് ദ വേർഡ് എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. പ്രീച്ച് ദ ഗോസ്പൽ ടു എവരി ക്രിയേഷൻ. ജീസസ് ഡിഡ് നോട്ട് വാണ്ട് ദിസ് പ്രീച്ചിങ് ടു സ്റ്റോപ്പ് ആഫ്റ്റർ അപ്പോസ്റ്റൽസ് ഡൈഡ്. അപ്പോസ്തലന്മാരുടെ കാലശേഷം ഈ പ്രസംഗം അവസാനിപ്പിക്കണമോ? എന്നാൽ ബൈബിൾ കംപ്ലീറ്റ് ആയത് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം 4-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പുതിയ നിയമ കാനോനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, പുതിയ നിയമ പുസ്തകങ്ങൾ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് പ്രീച്ച് ദ ഗോസ്പൽ എന്നാണ്, നോട്ട് റൈറ്റ് ദ ഗോസ്പൽ. അപ്പൊ സുവിശേഷം എഴുതി വെക്കാനല്ല യേശു പറഞ്ഞത്, പ്രസംഗിക്കാനാണ്. പ്രീച്ച്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് ഒരു വാക്യം കാണാൻ പറ്റും. മർക്കോസിന്റെ സുവിശേഷം, നിങ്ങൾ വാക്യങ്ങൾ നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. വാക്യങ്ങൾ, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 വരെ നിയമിച്ചു. അപ്പം ജീസസ് അപ്പോയിന്റഡ് 12 പീപ്പിൾ ടു പ്രീച്ച് the gospel. It was orally transmitted. അപ്പോൾ അത് വാമൊഴിയായിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ പ്രീച്ച് എന്നുള്ളതാണ് മെത്തേഡ്. ഇനി ലൂക്കോസ് വിശേഷം 24 നമ്മൾ യേശു കർത്താവ്, നമ്മുടെ ഒരു ഫേവററ്റ് സ്ക്രിപ്ചർ പോർഷനാണ്, എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ ചേർന്ന് യേശു കർത്താവ് നടക്കുന്നത്. അവന്റെ നാമത്തിൽ മാനസാന്തരവും, ലൂക്കോസ് 24:47. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രീച്ച്.
പ്രസംഗമാണ്. ഇപ്പോൾ ഓറലി ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:34 അപ്പോൾ ഹോളി സ്പിരിറ്റ് കെയിം ടു ദ അപ്പോസ്റ്റൽസ് ഇൻ ദ ഫോം ഓഫ് ടങ്സ് ഓഫ് ഫയർ സോ ദാറ്റ് ദേ വുഡ് സ്പീക്ക് നോട്ട് റൈറ്റ്. അപ്പൊ പരിശുദ്ധ റൂഹ അഗ്നിനാവുകളായിട്ടാണ് അവരുടെ മേൽ പ്രത്യക്ഷപ്പെടുകയും അവരുടെ മേൽ പതിയുകയും ചെയ്തത്. അഗ്നിപേനകളായിട്ടല്ല, അഗ്നിതൂലികകളായിട്ടല്ല. അപ്പോ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ തീത്തൂലികയായിട്ട് ഇറങ്ങി വന്നിട്ട് അവരെ എഴുതാൻ എനേബിൾ ചെയ്യല്ലായിരുന്നു, മറിച്ച് അഗ്നിനാവുകളായി അവരുടെ മേൽ ഇറങ്ങി വന്നു, അവരുടെ മേൽ പതിഞ്ഞു, പ്രസംഗിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തി 2:34 നിങ്ങൾ തുറന്നു നോക്കിയാൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 2:34. സോറി, തന്നെ 34 3-4 അപ്പോസ്തല പ്രവൃത്തി 2:3-4. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അന്യഭാഷകൾ എഴുതി തുടങ്ങിയെന്നല്ല. അപ്പം റിട്ടൺ വേർഡ് ആണോ സ്പോക്കൺ വേർഡ് ആണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. അപ്പം വെരി ഫസ്റ്റ് ഡേ, പെന്റക്കോസ്റ്റ് ഡേയില് സംസാരിച്ചു എന്നുള്ളതാണ്, അല്ല എഴുതി എന്നുള്ളതല്ല. ഞാൻ പിന്നെയും പറയാണ്, റിട്ടൺ സ്ക്രിപ്ചറിന് എതിരായിട്ടോ അതിന്റെ വില കുറച്ച് കാണിക്കുവാനല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഓറൽ ട്രഡീഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് കാണിക്കാനാണ്. അപ്പോൾ പരിശുദ്ധാത്മ എന്താ ചെയ്തേ? ഹോളി സ്പിരിറ്റ് എനേബിൾ ദം ടു സ്പീക്ക് നോട്ട് ടു റൈറ്റ്. എഴുതി വെക്കുവാനല്ല, അവരെ എനേബിൾ ചെയ്തു. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചാണ്. ആത്മാവ് അവർക്ക് സംസാരിക്കാൻ നൽകിയതുപോലെ അവർ സംസാരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായത്തിൽ നമ്മൾ നോക്കാം. 15 അധ്യായത്തിൽ ഒരു വാക്യം നമുക്ക് കാണുന്നു. അതിന്റെ 27 വാക്യം. 15 അധ്യായം. ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു, ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും. വാമൊഴിയായിട്ട് അറിയിക്കും. Judas and Silas were sent to bring God's infallible word by word of mouth. They were sent to bring the infallible word of God by word of mouth. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടിനെ വാമൊഴിയായി അറിയിക്കുവാൻ അവർ അയക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 10 അധ്യായം. റോമാലേഖനം 10 അധ്യായം അതിന്റെ 8 വാക്യം. വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. വചനം നിനക്ക് സമീപമായി, the word is near you, on your lips and in your heart. On your lips and in your heart, not in a book. ഒരു ബുക്കിനകത്താണെന്നല്ല പറയുന്നത്. ബുക്കിനകത്ത് വചനമുണ്ടാകാം, പക്ഷേ പ്രത്യേകമായി പറയുന്നത് നിങ്ങൾ നോക്കുക, വചനം നിനക്ക് സമീപസ്ഥമായി, the word is near you, on your lips and in your heart, which is the word of faith which is preached, not written. അത് പ്രസംഗിക്കപ്പെട്ട വചനമാണ്. റോമാലേഖനം 10:8. വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. നിന്റെ ഡയറിയിൽ ഇരിക്കുന്നതെന്നല്ല, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. The word of faith which is preached by us, that is near to you and it is on your lips and it is in your heart. അതിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഇയർലി ചർച്ചിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്കിനി പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം
നോക്കുകയാണ്. കൊരിന്ത്യർ ലേഖനം അവിടെ നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ 11 ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചില പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പൊ പ്രസംഗത്തെയും വിശ്വാസത്തെയും കണക്ട് ചെയ്തിട്ടാണ്, അല്ലാതെ ഒരു റൈറ്റിങ്ങിനെ കണക്ട് ചെയ്തിട്ടല്ല. സോ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ പ്രീച്ചിങ് ഓഫ് ദ വേർഡ്, ദ സ്പോക്കൺ വേർഡ്, നോട്ട് എ റിട്ടൺ വേർഡ്. അപ്പൊ എഴുതപ്പെട്ട കാര്യമല്ല അവിടെ എല്ലാം ഡിസ്കസ് ചെയ്യപ്പെടും. ദ വേർഡ് ഓഫ് മൗത്ത്. ഇനി ഗലാത്യ ലേഖനത്തിൽ നമ്മൾ നോക്കാം. ഗലാത്യ ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായം, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാണ് അത്രേ പ്രാപിച്ചത്. ദാറ്റ് ഈസ് ഞങ്ങൾ അറിയിച്ച സുവിശേഷം. ദ ഗോസ്പൽ വിച്ച് ഈസ് preached to me. So it is a spoken word and a spoken message. ഇനി അടുത്ത ലേഖനത്തിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ലേഖനം എഫേസ് ലേഖനമാണ്. എഫേസ് ലേഖനം 1:13 നോക്കുമ്പം, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും, യു ഹേർഡ്. അവിടെ കേൾക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് അടുത്ത ലേഖനത്തിലേക്ക് നോക്കാം. കൊലാസി ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ഞങ്ങൾ കേട്ടിട്ട്, നിങ്ങളുടെ വിശ്വാസത്തെ സകല വിശുദ്ധന്മാരുടെ നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പോഴും ഞങ്ങൾ സകല വിശുദ്ധന്മാരുടെ നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കുള്ള വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഇറ്റ് ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്, വേർഡ് ഓഫ് മൗത്ത് ആണ്. ഇപ്പം ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് പൗലൂസിലെ കേൾക്കുകയാണ്. ഇതാണ് ഏർലി ചർച്ചിൽ നിലവിലിരുന്നത്. അവരൊരു ലെറ്ററിനെ കുറിച്ചല്ല, അവർ കത്ത് വായിക്കുകയല്ല, കേൾക്കുകയാണ്, അവർ പറയുകയാണ്. നമ്മൾ ആ പാരമ്പര്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേക്കുറിച്ചാണ് അദ്ദേഹം എന്നോട് സംശയം ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് പല ലൈവിലായിട്ട് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇത് തന്നെ വീണ്ടും സംശയം വന്നുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് വീണ്ടും ഇരുന്ന് പറയുന്നത്. 1 തെസലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങളൊന്നും എഴുതി തന്നൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ആരിലും പറഞ്ഞാൽ വിശ്വാസമില്ല, അതൊന്ന് എഴുതി തരണമെന്ന് പറയുന്നത്. അതൊരു അവിശ്വാസമാണ്, സ്നേഹമില്ലാഴികയാണ് റിലേഷൻഷിപ്പിൽ. എന്നാൽ അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ പ്രസംഗിച്ചത് നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെ തന്നെ കേട്ടു, സാക്ഷാലാകുന്ന പോലെ അത് ദൈവവചനം എന്ന നിലയ്ക്ക് തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. ഇതാണ് ഏർലി ചർച്ചിന്റെ ആറ്റിറ്റ്യൂഡ്, ഇതാണ് ഏർലി ചർച്ചിന്റെ ആ മനോഭാവം. 1 തെസലോനിക്കർ 2:13 വായിച്ചേ. 1 തെസലോനിക്കർ 2:13 നമ്മൾ വായിച്ചത്.
ഇനി 1 തെസ്സലോനിക്കർ 1:8 നിങ്ങൾ നോക്കണം. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കതോനിയയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അത് കേൾവിയെക്കുറിച്ചാണ് അവിടെയും പറയുന്നത്. ഇനി അടുത്ത ലേഖനത്തിലേക്ക് നമുക്ക് തിമോത്തിയോസിന് എഴുതിയ ലേഖനം. അവിടെ നമ്മൾ വായിക്കുന്നത് 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കാൻ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അപ്പോൾ അവിടെ പറയുന്നത് പ്രീച്ച് ദ വേർഡ്. ഇനി തീത്തോസിന് എഴുതിയ ലേഖനം നോക്കാം. 1-ാം അധ്യായം 3-ാം വാക്യം. തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നു. അപ്പൊ ആ ലേഖനം തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ entrusted with me. What was entrusted with Paul? മെസ്സേജ്, പ്രീച്ചിങ് ആണ്, പ്രസംഗമാണ്. ഇനി എഴുതുക എന്നുള്ളതല്ല. ഇറ്റ് വാസ് entrusted. God's word is manifested through preaching, not through writing. The preaching is the tradition of the church. സഭയുടെ പാരമ്പര്യമാണ് വചനം പ്രസംഗിക്കുക എന്നുള്ളത്. ആ പ്രസംഗം, അതാണ് സഭ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ലേഖനത്തിലേക്ക് നമുക്ക് പോവാം. പത്രോസിന്റെ ലേഖനം നോക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. പുല്ലുവാടി പൂവുതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങൾക്ക് എഴുതി തന്ന വചനം എന്നല്ല അവിടെ എഴുതിയിരിക്കുക. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. പുല്ലുവാടി പൂവുതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഇനി അടുത്ത ലേഖനത്തെ നമുക്ക് നോക്കാം. 2 പത്രോസ് 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. അത് എൻ്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. അപ്പം ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിനെ ഓർമ്മിപ്പിക്കുവാൻ പത്രോസ് സ്ലീഹ ഉത്സാഹിക്കും. അപ്പം അവിടെ ഒരു കാര്യം എഴുതി കൊടുക്കുന്നതിനെ കുറിച്ചല്ല പത്രോസ് പറയുന്നത്. അത് ഓർമ്മിക്കുകയാണത്, മനസ്സിലാണ് സൂക്ഷിക്കുന്നത്, ഒരു പുസ്തകത്തിലല്ല. ഇഫ് ഇറ്റ് വാസ് റിട്ടൺ ആൻഡ് കെപ്റ്റ് ഇൻ എ ബുക്ക്, പത്രോസ് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു നോക്കുക. ഇതൊരു പുസ്തകത്തിൽ എഴുതി ഒരു സ്ക്രോളാക്കി ഉറപ്പിച്ച് മുദ്ര വെച്ച് വെക്കുകയാണെങ്കിൽ ഇത് ഓർപ്പിക്കേണ്ട ആവശ്യമില്ല. ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുക, അത് ചതൽ പിടിക്കാൻ സൂക്ഷിക്കാൻ എഴുതിയാൽ മതി. ഇനി യോഹന്നാൻ എഴുതിയത് നമ്മൾ പല പ്രാവശ്യം ലൈവിൽ പറഞ്ഞിട്ടുള്ള വാക്യമാണ്. എങ്കിലും ഈ വിഷയം പറഞ്ഞു വരുന്നുണ്ട് പറയുകയാണ്. യോഹന്നാൻ എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് എഴുതുവാൻ പലതും ഉണ്ടെങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. എഴുതാൻ താല്പര്യമില്ല. They prefer to transfer or transmit this great truth as a word of mouth. വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 3-ാം ലേഖനം 3 യോഹന്നാൻ അവിടെ പറഞ്ഞു, എഴുതിയപ്പം പലതും ഉണ്ടായിരുന്നു എങ്കിലും തൂവലും മഷിയും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. ഇതാണ് ഏർലി ചർച്ചിന്റെ ഒരു ട്രഡീഷൻ. നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് തുടങ്ങി യോഹന്നാന്റെ ലേഖനത്തിൽ വന്നിരിക്കുകയാണ്. നമ്മൾ അതിലൂടെ എല്ലാം നോക്കുമ്പം ഒരു വലിയ ട്രഡീഷനെ വാമൊഴി പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയ ഒരു ട്രഡീഷനെ വാമൊഴി പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
2 തിമോത്തിയോസ് 1:13 എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. എന്നോട് കേട്ട പഥ്യവചനം, എന്നോട് കേട്ട പഥ്യവചനം, എന്നോട് കേട്ട, അല്ല എൻ്റെ ലെറ്റർ വായിച്ച നിനക്ക് കിട്ടിയ ആ ഒരാശയം എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, കേട്ട കാര്യങ്ങളാണ്. ഇപ്പം വാമൊഴി പാരമ്പര്യമായിരുന്നു ആദിമസഭയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്, ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. വാമൊഴി പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുക. വാമൊഴി പാരമ്പര്യത്തിൻ്റെ നമ്മൾ ഇനി അടുത്ത് വായിക്കുന്നത് നമ്മൾ ഈ നാളുകളിൽ ഇപ്പം എന്നോട് പല ആളുകളും പറയുന്നത് ലൈവ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു പ്രധാന വിഷയമാണ്, ഞാൻ ഇന്ന് വരെ ചെയ്യാത്ത ഒരു വിഷയമാണ്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ശാബത്ത് സഭക്കാർ. അവർ പറയുന്നത് ആരാധിക്കേണ്ട ദിവസം അല്ലെങ്കിൽ സൺഡേ അല്ല, അത് സാറ്റർഡേ ആണ്. ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ സാറ്റർഡേ ആണ് നമ്മുടെ ആഴ്ചയിൽ വിശുദ്ധ ദിവസമായിട്ട് നമ്മൾ വെക്കേണ്ടത്. അതെപ്പോഴാണ് സൺഡേയിലേക്ക് മാറിയത്. ധാരാളം ആളുകൾ ആ സംശയത്തിൽ വീണു പോകുന്നുണ്ട്, അവരുടെ ചോദ്യത്തിൽ കുഴയുന്നവരുണ്ട്. പലരും എന്നോടിങ്ങനെ പറയാനുണ്ട്, അതേപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല, അത് ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പം ആരെങ്കിലും സെവന്ത് ഡേക്കാരനെ കാണുകയാണെങ്കിൽ അവരോർക്കും അവരുടെ വിജയിച്ചതുകൊണ്ടാണ്, അതുകൊണ്ടല്ല. സെവന്ത് ഡേയുടെ ഉപദേശം അത്ര വലിയൊരു ത്രെറ്റൊന്നുമല്ല അപ്പോസ്തലിക സഭകൾക്ക്, അതുകൊണ്ടാണ്. പെന്തക്കോസ്തുകാർക്കാണ് അത് ത്രെറ്റായിരിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്തൽസ് ഹാൻഡിൽ ദാറ്റ്. പെന്തക്കോസ്തുകാർ അത് ഹാൻഡിൽ ചെയ്യട്ടെ. കാരണം എല്ലാം ബൈബിളിൽ വേണം എന്ന് ശഠിക്കുന്ന പെന്തക്കോസ്തുകാർക്ക് ആരാധന ദിവസം ഞായറാഴ്ചയിലേക്ക് ആക്കിയത് ആരാണ്, എന്നാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? നോ ആൻസർ ഫ്രം ദ ബൈബിൾ. അത് സഭയുടെ പാരമ്പര്യത്തിലാണുള്ളത്. അത് അപ്പോസ്തലന്മാരുടെ വാമൊഴി പാരമ്പര്യത്താൽ ആദിമസഭ ആരാധന ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലേക്ക് മാറ്റി. പക്ഷേ അത് ബൈബിളിലില്ല. കാരണം അത് വെരി ഫസ്റ്റ് വീക്കിൽ തന്നെ അവരത് ചേഞ്ച് ചെയ്തു. ആദ്യം തന്നെ അവരത് മാറ്റാൻ തീരുമാനിച്ചു. എല്ലാവർക്കും ഓറൽ ഇൻസ്ട്രക്ഷൻസ് പോയി. അതുകൊണ്ട് അവരെല്ലാം ഞായറാഴ്ച ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടി ആരാധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ലെറ്ററിൽ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും ആഴ്ചവട്ടത്തിന് 1-ാം നാളാണ് കൂടിക്കൊണ്ടിരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 20:7 ഒരു വാക്യമുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലൂസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പ്രസംഗം പാതിര അവരെ നീട്ടി. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണ് അപ്പം നുറുക്കാണ്. അതുപോലെ കൊരിന്ത്യലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നിങ്ങളുടെ പണമൊക്കെ ചരതിച്ച് വെച്ച് കളക്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഒരുമിച്ച് കൊണ്ടുവരണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഒരു ഫസ്റ്റ് ഡേ എന്നുള്ള ഹിൻറ്റ് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും ആരാണ് ഇത് മാറ്റിയത്, എന്നാണ് മാറ്റിയത്, അതിന് പ്രത്യേകിച്ച് ബൈബിളിൽ തെളിവൊന്നുമില്ല. ഇറ്റ്സ് അൻ ഓറൽ ട്രഡിഷൻ ഓഫ് ദ ചർച്ച്. ഇപ്പോൾ ശബത്തുകാർ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരുടെ പ്രചരണത്തിൽ കുടുങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ആൻ ഓറൽ ട്രഡിഷൻ ഓഫ് ദ ചർച്ച്. അപ്പോസ്തലപ്രവൃത്തി 2:42. അപ്പോസ്തലപ്രവൃത്തി 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ദേ ഹേർഡ് ദ ടീച്ചിങ് ഓഫ് അപ്പോസ്റ്റൽസ്. അപ്പോസ്തലന്മാരൊന്നും എഴുതി കൊടുത്തൊന്നുമില്ല. അപ്പോസ്തലന്മാർ പറയുന്നത് കേട്ട് അവർ അനുസരിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ട്രഡിഷനാണ്. അവിടെയാണ് ഈ അപ്പോസ്തലിക് ട്രഡിഷൻ ആരംഭിക്കുന്നത്.
അപ്പോൾ അപ്പോസ്തലന്മാരുടെ ട്രേഡിഷൻ, ഓറൽ ട്രേഡിഷനാണ് അവർ ഫോളോ ചെയ്തത്. റിട്ടേൺ ട്രേഡിഷന് വേണ്ടി അവരാരും ഡിമാൻഡ് ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അത് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ലോങ് പ്രെയർ, വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 17-20 വായിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വാക്കുകളിലൂടെ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വാക്കുകളിലൂടെ എന്നിൽ വിശ്വസിക്കുവാൻ, ത്രൂ ദ ഓറൽ വേർഡ് ഓഫ് അപ്പോസ്റ്റൽസ്. അപ്പം യേശു കർത്താവ്, ജീസസ് ക്രൈസ്റ്റ് വാസ് പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ ഓറൽ ടീച്ചിങ് ആൻഡ് ഓറൽ ട്രഡിഷൻ, ഓറൽ ടീച്ചിങ് ഓഫ് അപ്പോസ്റ്റൽസ്. യേശു കർത്താവാണ്, ജീസസ് ക്രൈസ്റ്റ് എൻഡോഴ്സസ് ദ ഓറൽ ട്രഡിഷൻ. വാമൊഴി പാരമ്പര്യത്തെ യേശു കർത്താവ് അവിടെ എൻഡോഴ്സ് ചെയ്യുകയാണ്. ഇനി കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് വേറൊരു വാക്യം വായിക്കുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് ഇന്ന് കൂടുതൽ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, ദയവായി എന്നോട് ക്ഷമിക്കുക. സാധാരണ നമ്മുടെ ലൈവിൽ നിന്ന് വ്യത്യസ്തമായി വാക്യങ്ങൾ വായിക്കുന്നത് ഒരു പെൻഡകോസ്റ്റൽ ഫോളോവറിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടി ആയതുകൊണ്ടാണ്. അവർക്ക് അതുപോലെ വാക്യങ്ങൾ ആവശ്യമാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാമത്തെ വാക്യം, നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്തത്. അപ്പോസ്തലിക് ട്രഡിഷൻ. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. ഇനി അടുത്ത എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായം 20-ാം വാക്യം, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. നിങ്ങൾ യു ഹേഡ്, ഓറൽ ട്രഡിഷനാണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾക്ക് ലഭിച്ച കത്തെന്നോ നിങ്ങൾ വായിച്ചറിഞ്ഞതെന്നോ നിങ്ങളെ ഞാൻ എഴുതി അറിയിച്ചൊന്നുമല്ല, നിങ്ങൾ കേട്ടത്. ഓറൽ ട്രഡിഷൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ്, റെലവൻസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു വാക്യം നമ്മൾ വായിക്കുകയാണ്. അത് ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിലാണ്, 9-ാമത്തെ വാക്യം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പീൻ. ഒരു സ്ഥലത്തോടെ എഴുതിയതിനെ കുറിച്ച് പറയുന്നില്ല, ഞാൻ എഴുതി തന്നത് എന്നൊരു വാക്ക് പോലും പറയുന്നില്ല. അവിടെ നിങ്ങൾ നോക്കുക, ഫിലിപ്പിയർ ലേഖനം 4:9, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത്. ഇതാണ് യഥാർത്ഥ സഭയുടെ, സത്യസഭയുടെ പാരമ്പര്യം. ദാറ്റ് ഈസ് ഓറൽ ട്രഡിഷൻ. ഈ ഒരു ക്ലാസ് ബൈബിളിൽ നിന്ന് തന്നെ എടുക്കുന്നത് ബൈബിൾ ഫനാറ്റിക്സ് ആയിട്ടുള്ള പെൻഡകോസ്റ്റൽസിന് വേണ്ടിയാണ്. സത്യത്തിൽ ഇത് ബൈബിളിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതൊരിക്കലും അപ്പോസ്തോലിക സഭാവിശ്വാസികൾക്ക് വേണ്ടി അല്ല ഈ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് അത്രമാത്രം വഷളാക്കപ്പെട്ട പെൻഡകോസ്ത് ചിന്താഗതികളാൽ സ്വാധീനിക്കപ്പെട്ട ശുദ്ധരായ ആളുകൾക്ക് വേണ്ടി ഞാൻ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുന്നതേ ഉള്ളൂ. കാരണം സഭയുടെ പാരമ്പര്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അത് വാമൊഴി പാരമ്പര്യത്താൽ സഭയ്ക്ക് ലഭിച്ച പാരമ്പര്യമാണ്. കൊലാസ്യ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ, വായിച്ചറിഞ്ഞതല്ല, കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിന് ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ പ്രിയ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളെ അറിയിച്ചവനും ആകുന്നു.
ഇനി വേറൊരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം. 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം 2-ാമത്തെ. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ 1 തെസ്സലോനിക്കർ 4:2 ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞങ്ങൾ ഇന്ന കൽപ്പനകളെ തന്നു. എവിടെ? വേർ? 1 തെസ്സലോനിക്കർ 4:2 പറയുകയാണ്, ഞങ്ങൾ ഇന്നിന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം. 1-ാം ലേഖനം എഴുതുമ്പോഴേ പറയാണ്, യു ഹാവ് ഓൾറെഡി റിസീവ്ഡ് സർട്ടൻ കമാൻഡ്മെന്റ്സ് ഫ്രം us. ലൈക്ക് വാട്ട്? ത്രൂ വിച്ച് ലെറ്റർ? ദിസ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ. Is there a former letter? No. It is oral tradition. വാമൊഴിയായിട്ട് കൊടുത്ത കാര്യമാണ് അവിടെ പറയുന്നത്. അല്ലാതെ ലെറ്റർ തപ്പിപ്പോയി കഴിഞ്ഞാൽ ലെറ്റർ ഒന്നുമില്ല. പുവർ പെൻഡക്കോസ്റ്റൽസ്, പാവങ്ങൾ. ഡോണ്ട് ബി ഫൂളിഷ്. ഇത് നിങ്ങളിത് മനസ്സിലാക്കുക. ഇത് കാരണം ഇത് ഓറൽ ട്രഡീഷനാണ്, ചർച്ചിന്റെ ട്രഡീഷൻ. എല്ലാം വാമൊഴിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയണം. 1-ാമത്തെ ലേഖനത്തിൽ തന്നെ പറയാം, നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പെന്തക്കോസ്തുകാർക്ക് അറിയാവോ? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1-ാം ലേഖനത്തിലാട്ടോ. 2 തെസ്സലോനിക്കയിലായിരുന്നെങ്കിൽ നമുക്ക് 1 തെസ്സലോനിക്കയിൽ പോയി നോക്കായിരുന്നു ഇനി എന്താ നേരത്തെ കൊടുത്തതെന്ന്. ഒന്നുമില്ല. 1 തെസ്സലോനിക്കയിൽ പറയാണ്, ഞങ്ങൾ ഓൾറെഡി ഇതെല്ലാം തന്നു, അവർക്കതെല്ലാം കിട്ടി. പുറത്തുനിന്ന് വന്ന് ഈ പുസ്തകം വായിക്കുന്നുണ്ട്, എന്ത് മനസ്സിലാവുമെന്ന് ഈ പറയുന്നത്? ഒന്നും മനസ്സിലാകത്തില്ല. സഭയുടെ ട്രഡീഷന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. 2 തെസ്സലോനിക്കയിൽ ലേഖനം ഇനി എടുക്കാം. ആരോ കരയുന്നു. 2 തെസ്സലോനിക്കർ എടുക്കാൻ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞില്ലയോ? 2 തെസ്സലോനിക്കർ 2:5. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? തെസ്സലോനിക്കയിൽ ഇരുന്നപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞല്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇതൊന്നും പൗലോസ് എഴുതുന്നില്ല. എന്തൊക്കെയാ പറഞ്ഞേ? പത്രോസ് എന്തൊക്കെയാ പറഞ്ഞേ? അന്ത്രയോസ് എന്തൊക്കെ പറഞ്ഞു? ഫിലിപ്പോസ് എന്തൊക്കെ പറഞ്ഞു? യോഹന്നാൻ എന്തൊക്കെയാ പറഞ്ഞേ? യോഹന്നാൻ തന്നെ പറയാം, എനിക്ക് എഴുതാനൊന്നും ഒട്ടും താല്പര്യമില്ല, ഞാൻ വന്ന് നേരിട്ട് പറഞ്ഞോളാം. അപ്പൊ അന്ത്രയോസ് ആയാലും പത്രോസ് ആയാലും ഫിലിപ്പോസ് ആയാലും യോഹന്നാൻ ആയാലും പൗലൂസ് ആയാലും ബർണബാസ് ആയാലും അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ കർത്താവിൽ നിന്ന് വെളിപ്പാടിനാൽ പ്രാപിക്കുകയും സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാർക്ക് ശേഷം അപ്പോസ്തോലിക പിതാക്കന്മാർ വിശ്വസ്തയോടെ അവയെ വീണ്ടും അടുത്ത ജനറേഷന് കൈമാറി. അവരെയാണ് സഭാപിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന് ശേഷം അപ്പോസ്തലന്മാർ, അപ്പോസ്തലന്മാർക്ക് ശേഷം അപ്പോസ്തോലിക പിതാക്കന്മാർ. അപ്പോസ്തലന്മാരുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പിതാക്കന്മാരെയാണ് അപ്പോസ്തോലിക പിതാക്കൾ. അവരും സഭാപിതാക്കന്മാർ തന്നെയാണ്, പക്ഷെ അവരെ വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തോലിക പിതാക്കന്മാർ. അപ്പോസ്തോലിക പിതാക്കന്മാർക്ക് ശേഷം സഭാപിതാക്കന്മാർ. ഇതെല്ലാം ഓറൽ ട്രഡീഷനാണ്. അതായത് നിങ്ങൾ ഈ കേൾക്കുന്ന ഈ പെന്തക്കോസ്തുകാരും ബ്രദറുകാരും യഹോവസാക്ഷിക്കാരും സെലിനും അനിൽ കൊടുത്തോട്ടും ഇവരൊന്നും പറയുന്നത് ബൈബിൾ വെച്ചുള്ളൊരു കളിയൊന്നുമല്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വ്യാജമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഉദരപൂരണത്തിന് വേണ്ടിയുള്ള
ചില നടപടികൾ എന്ന് മാത്രം നമ്മൾ ഗ്രഹിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത വാക്യം വായിക്കാം. 2 തെസ്സലോനിക്കർ 2:5 വരെ നമ്മളായ 2 തെസ്സലോനിക്കർ 2:15 നമുക്ക് നോക്കാം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവി. ഞങ്ങൾ വാക്കിനാൽ പല കാര്യങ്ങളെയും തന്നിട്ടുണ്ട്, ലേഖനത്താലും തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചുകൊള്ളുവി. 2 തെസ്സലോനിക്കർ 3:6 പറയുന്നു, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പാരമ്പര്യം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. പാരമ്പര്യം, ഞങ്ങളോട് പ്രാപിച്ച പാരമ്പര്യത്തെ വിട്ട് അകന്ന് നടക്കുന്ന ഏതൊരു മനുഷ്യനോടും നിങ്ങൾ അകന്ന് മാറിക്കൊള്ളണം. ഇനി 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കാം. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 20-ാം വാക്യം. അല്ലയോ തിമോത്തിയോസെ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. God, what has been entrusted to you, what has been entrusted to you, നിനക്ക് വിശ്വസ്തയോടെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്താണ്? അതൊരു ലേഖനമൊന്നുമല്ല, വേർഡ് ഓഫ് മൗത്ത് ആണ്. ഇനി തിമോത്തിയോസ് എഴുതുന്ന 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുക. 2-ാമത്തെ വാക്യം. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്ക. നീ എന്നോട് കേട്ടതെല്ലാം ഒരു പുസ്തകത്തിൽ അടിയന്തരമായി എഴുതി വെക്കുക. ഒരുപക്ഷെ നീ മറന്നു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാലത്തിന്റെ നീക്കത്തിൽ അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. തിമോത്തിയോസേ, നീ എത്രയും വേഗം എന്നോട് കേട്ടതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. അങ്ങനെ പൗലൂസ് പറഞ്ഞു. നീ എന്തെല്ലാമാണ് നീ ഈ ലേഖനത്തിലുണ്ടോ? ഇല്ല. അപ്പൊ 2 തിമോത്തിക്കകത്ത് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പൗലൂസ് തിമോത്തിയോസിനോട് പറഞ്ഞു. എന്നിട്ട് പൗലൂസ് പറയാണ്, തിമോത്തിയോസേ, നീ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായിട്ടുള്ള വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. ഇപ്പൊ തിമോത്തിയോസിനോട് പറയാണ്, തിമോത്തിയോസ്, നീ എന്നോട് കേട്ട കാര്യമല്ല, കുറെ ആളുകളെ വിളിച്ചിട്ട് പഠിപ്പിക്കണം. നോ 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 ആരെയാ പഠിപ്പിക്കണ്ടേ? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ളവരെ തെരഞ്ഞു പിടിച്ചിട്ട്. അപ്പൊ ഈ ഓറൽ ട്രഡീഷൻ മുന്നോട്ട് തുടരാനാണ് പൗലൂസിന്റെ തീരുമാനം, എഴുതാനല്ല. പൗലൂസ് പറയാണ്, ഇതിങ്ങനെ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ പിടിച്ചിട്ട് നീ എന്നോട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം? അവർ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് നീ അവരെ ഏൽപ്പിക്കണം. അപ്പൊ പൗലൂസ് തിമോത്തിയോസ് പഠിപ്പിക്കുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരിക്കണം? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം. അപ്പം അവര് പഠിപ്പിക്കുന്ന ആളുകൾ. അപ്പം പൗലൂസ് ഇവിടെ നിൽക്കുന്നു, തിമോത്തിയോസ് ഇവിടെ നിൽക്കുന്നു, തിമോത്തിയോസ് പഠിപ്പിക്കുന്ന ആളുകൾ ഇവിടെ നിൽക്കുന്നു. കണ്ടോ? ആ തിമോത്തിയോസ് പഠിപ്പിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ്? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളാണ് അവർ പഠിപ്പിക്കുന്ന ആളുകൾ. ഇപ്പൊ പൗലൂസ് തിമോത്തിയോസിനോട് പറയുന്നു, തിമോത്തിയോസെ, നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട്
അപ്പൊ എത്ര തലമുറ മുന്നോട്ടാണ് പോകുന്നത്? ഇവിടെ ഒന്നും പൗലോസ് ഇത് എഴുതി വെക്കാൻ പറയുന്നില്ല. ഇനി തിമോത്തിയോസിന് അക്ഷരവിദ്യ വശമില്ല, എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ലേഖനം എഴുതി. തിമോത്തിയോസിന് വായിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എല്ലാവർക്കും എല്ലാ കഴിവുകൂടി ഇല്ലല്ലോ. അപ്പം വായിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വേണേൽ വാദിക്കാം. പൗലോസിന്റെ ആശയത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇത് ട്രഡീഷൻ ഓഫ് ദ ചർച്ചാണ്, സഭയുടെ പാരമ്പര്യമാണ്. പൗലോസ് പറയാണ്, തിമോത്തിയോസെ, നീ എന്നോട് കേട്ടത് മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ മനുഷ്യരെ കണ്ടുപിടിച്ചിട്ട് നീ അവരെ എന്ത് ചെയ്യണം? അവരെ ഏൽപ്പിക്കണം. പൗലോസ് പറയുന്നതാണ്, തിമോത്തിയോസിനോട് പറയാണ്. തിമോത്തിയോസ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടർ അവര് എങ്ങനെയുള്ളവരാണ്? അവർ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. അപ്പൊ അവർ പഠിപ്പിക്കുന്ന ഒരു തലമുറ. 2 തിമോത്തിയോസ് അതിന്റെ 3-ാം അധ്യായത്തിൽ അതിന്റെ 14-ാം വാക്യം, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്ക. നീ ഇന്നവനോട് പഠിച്ചു എന്ന് നീ ഓർത്തുകൊള്ളുക. അതാണ് ആ ട്രഡീഷനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം. 2ഉം 3ഉം ലേഖനങ്ങൾ നമ്മൾ എടുത്തായിരുന്നു. ഇനി 1-ാം ലേഖനം കൂടെ ഒന്ന് എടുക്കാം. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പനയോ നിങ്ങൾ കേട്ട വചനം തന്നെ. യോഹന്നാനോട് പറയണം, നിങ്ങൾ കേട്ട വചനം തന്നെ. ഇനി പിന്നെ ഈ ഓറൽ ട്രഡീഷന്റെ ചില ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് നമ്മൾ എടുത്തു കാണിക്കുകയാണ്. ഓറൽ ട്രഡീഷന്റെ മത്തായിയുടെ സുവിശേഷം, അതായത് വാമൊഴി പാരമ്പര്യത്തിന്റെ ചില ഉദാഹരണങ്ങൾ. മത്തായിയുടെ എല്ലാം ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 2:23. മത്തായി സുവിശേഷം 2:23, അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ അരുളി ചെയ്തു, അത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം. ഇത് ഏതു പ്രവാചകൻ എപ്പോഴാണ് അരുളി ചെയ്തത്? അല്ലെങ്കിൽ ആരോട്? ഏത് പ്രവാചകൻ? ഏത് പുസ്തകത്തിൽ? പഴയ നിയമത്തിൽ നോക്കിയാൽ നിങ്ങൾ ഈ പ്രവചനം കാണത്തില്ല. അപ്പം മത്തായി സുവിശേഷകൻ ഇന്നത്തെ പെന്തക്കോസുകാരെ പോലെ ഒരു സ്ട്രിക്റ്റ് സ്ക്രിപ്ചറക്കാരനൊന്നും അല്ലായിരുന്നു. ബൈബിളിലുണ്ടോ എന്ന് പുള്ളിക്ക് ഒരു നോട്ടവും ഇല്ലായിരുന്നു. കാരണം കേട്ടതാണ് പ്രവചനം. അങ്ങനെ ഒരു പ്രവചനമുണ്ട്, വാമൊഴി പാരമ്പര്യമാണ്. വാമൊഴി പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു. അല്ലാതെ എന്തെങ്കിലും പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് ബൈബിളിൽ നോക്കുക. ബൈബിളിലുണ്ടോ? ഇവിടെ നോക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ഈ പ്രവചനം എവിടുന്നാണെന്ന് നിങ്ങൾ പറയുക. മത്തായിയുടെ സുവിശേഷം 23:2 നമ്മൾ 2-3 പ്രാവശ്യം അന്ത്യോക്യയുടെ സിംഹാസന സ്ഥാനത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞ വാക്യമാണ്. മത്തായി സുവിശേഷം 23:2. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. മോശയുടെ പീഠം എന്ന് പറയുന്ന സംഭവം അത് എവിടെയാണ്? പഴയ നിയമത്തിൽ എവിടെയാണ് അതേക്കുറിച്ച് പറയുന്നത്? മോശയുടെ പീഠം. ഇനി യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 19-ാം അധ്യായം 26-ാം വാക്യം, 20-ാം അധ്യായം 2-ാം വാക്യം, അവിടെയല്ല നിങ്ങൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊരു പരാമർശം കാണാം. പെന്തക്കോസുകാർ സ്ഥിരമായി പ്രസംഗത്തിൽ അത് യോഹന്നാനാണെന്ന് അസ്യൂം ചെയ്ത് പ്രസംഗിക്കാറുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ. ഒരു സംശയമില്ല അവർക്ക്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ആശയം കിട്ടിയത്? യേശു സ്നേഹിച്ച ശിഷ്യൻ
യോഹന്നാനാണെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? അത് സഭയാണ് പറയുന്നത്. കാരണം സഭയ്ക്കറിയാം ആദ്യം മുതൽ ഇതാരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന്. എന്നാൽ 20-ാം നൂറ്റാണ്ടിലുണ്ടായ പെന്തക്കോസ്തുകാർ ഇതെങ്ങനെ അറിഞ്ഞു? ബൈബിളിലുണ്ടോ എന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? ബൈബിളിലില്ലല്ലോ. ബൈബിളിലുണ്ടോ അത് യോഹന്നാനാന്ന്? ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം എന്ന് കർത്താവായ യേശു പറഞ്ഞതാണ് പൗലൂസ് പറയുന്നത്. പൗലൂസ് അങ്ങനെ പറഞ്ഞെന്നാണ് ലൂക്കോസ് എഴുതുന്നത്. ലൂക്കോസ് അങ്ങനെ എഴുതിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു എപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്? ഏത് സുവിശേഷത്തിലാണുള്ളത്? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം, ശ്രേഷ്ഠം എന്ന് യേശു പറഞ്ഞോ? ഏതെങ്കിലും സുവിശേഷത്തിലുണ്ടോ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിനപ്പുറത്ത് യേശു ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നതാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇവിടെ കൊണ്ട് യേശുവിന്റെ എല്ലാം പൂട്ടി വെച്ച്. ശരി, പെന്തക്കോസ്തുകാർ കാണിക്കുക. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ആ 4 സുവിശേഷത്തിൽ എവിടെയാണ് യേശു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ യേശു പറയാത്ത കാര്യം യേശു പറഞ്ഞു എന്ന് പറഞ്ഞ് യേശുവിന്റെ പേര് പ്രചരിപ്പിച്ച പൗലൂസ്, അല്ലെങ്കിൽ പൗലൂസ് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പൗലൂസ് അങ്ങനെ പറഞ്ഞു എന്ന പേര് പൗലൂസിന്റെ പേര് നുണ എഴുതിയ ലൂക്കോസ്. അപ്പൊ പൗലൂസ് പറഞ്ഞാണോ ലൂക്കോസ് പറഞ്ഞാണോ യേശു പറഞ്ഞാണോ? അപ്പൊ നുണ പറഞ്ഞാലാണ് യേശു നുണ പറഞ്ഞോ, പൗലൂസ് നുണ പറഞ്ഞോ, ലൂക്കോസ് നുണ പറഞ്ഞോ? ആരെങ്കിലും ഒരാൾ നുണ പറഞ്ഞു, ഒരാൾ നുണ പറഞ്ഞ സ്ഥിതിക്ക് ഇത് നുണയാണ്. നുണയായ സ്ഥിതിക്ക് ഇത് ബൈബിൾ അല്ല, ബൈബിളായിട്ട് ഇരിക്കാൻ കുഴപ്പമില്ല. അപ്പം നിങ്ങളുടെ സോളാ സ്ക്രിപ്ചറാ പൊളിഞ്ഞു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുതിയ നിയമം നുണ പുസ്തകമാണ്. പെന്തക്കോസ്തുകാർ അത് ഉപേക്ഷിക്കൂ. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന വാക്കിന് വ്യവസ്ഥയുണ്ടെങ്കിൽ ഉപേക്ഷിക്കൂ. ഇങ്ങനെ പച്ച നുണ എഴുതി വെച്ചിരിക്കുന്ന ഈ പുസ്തകം കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നുണയല്ലേ? ആരാ നുണ പറഞ്ഞു? യേശു പറയാത്ത കാര്യം പറഞ്ഞെന്ന് പൗലൂസ് പറഞ്ഞു. അതോ പൗലൂസ് പറയാത്ത കാര്യം പറഞ്ഞെന്ന് ലൂക്കോസ് പറഞ്ഞു? 1 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നു കൊള്ളണം. ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുകയും വരുത്. എന്നാൽ ശേഷമുള്ള ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുകയും വരുത്. ഇതൊക്കെ കർത്താവ് എപ്പോഴാണ് പറഞ്ഞേ? യേശു കർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നാണ് പൗലൂസ് പറയുന്നത്. എനിക്ക് സംശയമൊന്നുമില്ല, കർത്താവ് പറഞ്ഞാണ്, പൗലൂസ് പറഞ്ഞു. എനിക്ക് പൗലൂസിനെ വിശ്വാസമാണ്, കർത്താവിനെ വിശ്വാസമാണ്, സഭയെ വിശ്വാസമാണ്. പക്ഷെ ഇത് നിങ്ങളുടെ യേശു എപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു? യേശു എപ്പോഴാണ് ഇത് പറഞ്ഞേ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാമത്തെ വാക്യം. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്, എല്ലാവരും മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്ന്, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇപ്പൊ ഇസ്രായേൽ മക്കളെ ഒരു പാറ ഫോളോ ചെയ്തിരുന്നു എന്നാണ്. ഇറ്റ് വാസ് എ ട്രഡീഷൻ ദാറ്റ് എ റോക്ക് വാസ് ഫോളോവിങ് മോസസ്. ഒരു പാറ ഇസ്രായേലിനെ അനുധാവനം ചെയ്തിരുന്നു എന്ന് പൗലൂസ് എഴുതിയിരിക്കുകയാണ്. ഇത് പഴയ നിയമത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? പെന്തക്കോസ്തുകാർ കാണിക്കണം. അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കൾ പെന്തക്കോസ്തുകാരോട് ചോദിക്കണം. സോളാ സ്ക്രിപ്ചറാ കീജേ സോളാ സ്ക്രിപ്ചർ ആണെങ്കിൽ നിങ്ങൾ പറ, ഈ പാറ അനുഗമിച്ചു എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? അപ്പൊ യേശു കർത്താവ് പാരമ്പര്യത്തെ, അതായത് പാരമ്പര്യം അനുസരിച്ചാണ് യേശു മോശയുടെ പീഠം എന്ന് പറഞ്ഞത്. ഒരു പുസ്തകത്തിലും നിങ്ങൾ കാണുന്നില്ല മോശയ്ക്ക് ഒരു പീഠം ഉള്ളതായിട്ട്. പാരമ്പര്യം അനുസരിച്ചാണ് പൗലൂസ് ഇവിടെ പറയുന്നത് മോശ ഒരു പാറ അനുഗമിച്ചിരുന്നത്. നിങ്ങൾ പഴയ നിയമത്തിൽ ഇത് കാണിക്കുക, പാറ അനുഗമിച്ച് എവിടെയാണ്? അപ്പോൾ ഓറൽ ട്രഡീഷൻ ഈസ് ആസ് ഈക്വലി ആസ് ഇമ്പോർട്ടൻറ്റ് ടു ദ റിട്ടൺ ട്രഡീഷൻ, അല്ലെങ്കിൽ റിട്ടൺ സ്ക്രിപ്ചർ.
അപ്പൊ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വാമൊഴി പാരമ്പര്യങ്ങൾ. അപ്പൊ ആ വാമൊഴി പാരമ്പര്യങ്ങൾ സുറിയാനി സഭയിൽ ധാരാളം പാരമ്പര്യങ്ങളുണ്ട്. വാമൊഴി പാരമ്പര്യങ്ങൾ, ആ വാമൊഴി പാരമ്പര്യങ്ങളിൽ നിന്നാണ് സഭയുടെ ആരാധന സമ്പ്രദായം, ലിറ്റർജി അത് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് പലരും സഭ വിട്ടു, ഞാനടക്കം സഭ വിട്ടുപോയത്. ഞാൻ എൻ്റെ മൗഢ്യം തിരിച്ചറിഞ്ഞിട്ടാണ് മടങ്ങി വന്നത്. അപ്പം എന്നെ പോലെ സമശിക്ഷാവിധി കിടക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സഭയിൽ തന്നെ വിശ്വസ്തരും വിശുദ്ധരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സീരീസ് അല്ല ഇത്, പുറത്ത് കിടക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എഫേസ് ലേഖനം 5-ാം അധ്യായം, എഫേസ് ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് എഫേസ് ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആര് ചൊല്ലുന്നു? ആര് ചൊല്ലുന്നു? പെന്റക്കോസ്റ്റൽ ഇഡിയറ്റ്സ് എന്ന് പണ്ട് ഞാൻ അടൂർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ ഹൂസ്റ്റണിലെ ചർച്ചിലുള്ളവർക്കൊക്കെ വലിയ ഹാലിളകി എന്നോട് വലിയ യുദ്ധമൊക്കെ ചെയ്തതാണ്. ഞാൻ ഒരിക്കൽ കൂടെ അത്രയും ഹാർഷായിട്ടല്ല, വളരെ സോഫ്റ്റ് ആയിട്ടും സ്വീറ്റ് ആയിട്ടും ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. ഡിയർ പെന്റക്കോസ്റ്റൽ ഇഡിയറ്റ്സ്, നിങ്ങൾ പറയൂ, എഫേസർ 5:14 പൗലൂസ് പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആര് ചൊല്ലുന്നു? എവിടെ ചൊല്ലുന്നു? എപ്പോൾ ചൊല്ലുന്നു? എങ്ങനെ ചൊല്ലുന്നു? എവിടെ എഴുതിയിരിക്കുന്നു? കാണിച്ചതാ. ഈ വാക്യം എവിടെയാണ്? കാണിച്ചു തരൂ. ഇത് നമ്മുടെ ഹോണസ്റ്റ് ഫോളോവേഴ്സിനോട് പറയാം, ഇത് ആദിമസഭയിലെ ഒരു പാട്ടായിരുന്നു. ആദിമസഭയിൽ ഒത്തിരി പാട്ടുകളുണ്ടായിരുന്നു. ഇന്നത്തെ അല്ല, അന്ന് പാട്ട് എഴുതുന്ന ആളുകളുണ്ടായിരുന്നു. ആ പല പാട്ടുകളും ലോസ്റ്റ് ആയിപ്പോയി. അതിൽ ഒരുപാട് പാട്ടുകൾ, കാർമൻ ക്രിസ്റ്റി, ഇങ്ങനെ കുറെ പോപ്പുലർ സോങ്സ് ഉണ്ടായിരുന്നു ആദിമസഭയിലെ പാട്ടുകൾ. അതുപോലെ ആദിമസഭ പാടിയ ഒരു പാട്ടാണ്, അവർ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ്. ആ പാട്ട് പൗലോസ് അന്ന്, ഇന്നത്തെ നമ്മുടെ പോപ്പുലർ പാട്ടുകളില്ലേ അതുപോലെ നമ്മളിപ്പോൾ പ്രസംഗത്തിൽ പലപ്പോഴും പാട്ടുകൾ നിൻമുറിവുകളിന്നേറ്റേൻ മൂറോൻ മണമെന്നാഥ, നമ്മൾ ഇന്നലത്തെ ലൈവിൽ പാടിയല്ലോ. അപ്പം അതുപോലെ പൗലൂസ് അന്ന് പ്രചാരത്തിലിരുന്ന ഒരു ക്രിസ്ത്യൻ ഹിമ്മ് ഉദ്ധരിക്കുന്നതാണ്. ഇതാർക്കറിയാം? സഭയ്ക്കറിയാം. കാരണം സഭ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ് അത് പൗലൂസ്. നമുക്ക് വി ഹാവ് നോ ഡൗട്ട് ഇൻ ഇറ്റ്. ആദിമസഭയുടെ ഒരു പാട്ടാണ്. പക്ഷെ പെന്തക്കോസ്തുകാരെന്ത് പറയും? പെന്തക്കോസ്തുകാരെന്ത് പറയും? കാരണം ഇത് സ്ക്രിപ്ചറിലില്ല. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുന്ന അതിവിശുദ്ധന്മാർ പറയണം ഈ വാക്യം പൗലൂസ് എവിടെ നിന്നാണ് കോട്ട് ചെയ്തതെന്ന്. നിങ്ങൾക്ക് കോട്ട് ചെയ്യാനുണ്ടോ? ഉണ്ടോ? കുറെ നേരമായി നമ്മൾ എടുക്കാത്തൊരു പുസ്തകമുണ്ട്, ഒന്ന് എടുത്തേക്ക്. എബ്രായ ലേഖനം. എന്നാ തോന്നും, ഒരുപാട് പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട്. എബ്രായ ലേഖനം 11:37. ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച്. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ഇത് എവിടെയാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് കാണിച്ചു തന്നാൽ മതി. അപ്പോൾ പഴയ നിയമ സംഭവങ്ങളാണ് പൗലൂസ് ഉദ്ധരിക്കുന്നത്. നിങ്ങൾ നോക്ക്. ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ഈ കാര്യങ്ങൾ പഴയ നിയമത്തിൽ എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? കാരണം സോളാ സ്ക്രിപ്ചറ, ബൈബിളിലുള്ളത് മാത്രമേ വിശ്വസിക്കുള്ളൂ. പൗലോസ് സ്ലീഹ അന്ന് വരെയുള്ള സ്ക്രിപ്ചർ മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ആ സ്ക്രിപ്ചറിൽ നിന്ന് മാത്രമേ ഉദ്ധരിക്കാൻ പറ്റത്തുള്ളൂ. ആ സ്ക്രിപ്ചറിൽ നിന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ആ സ്ക്രിപ്ചർ മാത്രമേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ആ സ്ക്രിപ്ചർ അനുസരിച്ച് മാത്രമേ വിശ്വാസം രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ. ശരി, പൗലോസ് എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിൽ ഈ സംഭവങ്ങൾ പഴയ നിയമത്തിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ പറയണം. ആര് പറയണം? പെന്തക്കോസ്തുകാർ പറയണം.
യൂദായുടെ ലേഖനം 14 വാക്യം, ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്ക് എവിടെയാ ഇങ്ങനെ പ്രവചിച്ചേ? പെന്തക്കോസ്തുകാരാ, നിന്റെ ബൈബിളിലുണ്ടോ ഇങ്ങനെ ഒരു പ്രവചനം ഹാനോക്ക് പറഞ്ഞതായിട്ട്? എവിടെയാണ് ഹാനോക്ക് ഇങ്ങനെ പറഞ്ഞ്? 9 വാക്യം, യൂദായുടെ ലേഖനം 9 വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ബത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ മോശയുടെ ശരീരത്തെക്കുറിച്ച് പ്രധാന ദൂതനായ മീഖായേല് പിശാചുമായിട്ടൊരു തർക്കമുണ്ടായി എന്നുള്ളത് പഴയ നിയമത്തിൽ എവിടെയാണ് പറയുന്നത്? പൗലൂസ് ഇത് എഴുതിയിട്ടുണ്ടല്ലോ. പൗലൂസിനെ ഉടനെ കുമ്പനാട്ട് വിളിച്ചു വരുത്തി നിങ്ങൾ ചോദ്യം ചെയ്യണം, ഇതൊക്കെ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയുടെ പാരമ്പര്യം ഓറൽ ട്രഡിഷൻ മാത്രം, ഓറൽ ട്രഡിഷൻ ഉണ്ട്, അല്ലാതെ റിട്ടൺ സ്ക്രിപ്ചറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ഓറൽ ട്രഡിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആദിമ സഭ രൂപപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെ കേട്ട അപ്പോസ്തലന്മാരോട് യേശു പറയാണ്, പരിശുദ്ധ റൂഹ വരുമ്പോൾ ഈ കാര്യങ്ങളെ കൂടുതൽ തെളിവോടെയും മിഴിവോടെയും മികവോടെയും നിങ്ങളെ പഠിപ്പിച്ച് ബോധം വരുത്തും. ആ പരിശുദ്ധാത്മ പൂരിതരായ അപ്പോസ്തലന്മാർ തങ്ങളുടെ ശിഷ്യന്മാർക്ക്, അവരാണ് അപ്പോസ്തോലിക പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. അതിപ്പം ക്ലെമന്റ് ആയാലും ഇഗ്നേഷ്യസ് ആയാലും അങ്ങനെയൊക്കെയുള്ള അപ്പോസ്തോലിക പിതാക്കന്മാർക്ക് അത് കൈമാറ്റം ചെയ്തു കൊടുത്തു. ആ അപ്പോസ്തോലിക പിതാക്കന്മാരിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ചർച്ച് ഫാദേഴ്സിന് അത് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടി. അങ്ങനെ ശുദ്ധമായ ഉപദേശത്തെ സൂക്ഷിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ധാരാളം കൗലടയന്മാർ അവിടെ ഉണ്ടായിരുന്ന ആ പ്രദേശങ്ങളിൽ. വിശ്വാസ വിപരീതം, എതിരുപദേശങ്ങൾ, സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവർ, സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ചവർ, അങ്ങനെയുള്ളവർ ധാരാളം വിഭിന്ന ഉപദേശങ്ങൾ ഉണ്ടാക്കി പല ഗ്രൂപ്പുകളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ആധിക്യവും അവരുടെ ഉപദ്രവവും അധികമായപ്പോഴാണ് ഒന്നാമത്തെ കൗൺസിൽ നിക്കിയ സുന്നോദോസ് കൂട്ടുകയും നിക്കിയ സുന്നോദോസിൽ വെച്ച് യേശുതമ്പുരാൻ താൻ പറഞ്ഞു തുടങ്ങിയതും അപ്പോസ്തലന്മാർ ഗ്രഹിച്ച് മനസ്സിലാക്കിയതും അപ്പോസ്തലന്മാർ അപ്പോസ്തലിക പിതാക്കന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതും അവരിൽ നിന്ന് തലമുറയായിട്ട് തങ്ങൾക്ക് പകർന്നു കിട്ടിയതുമായ സത്യവിശ്വാസത്തെ ഉറപ്പിച്ചത് കൗൺസിലിലൂടെ. അതാണ് നിക്കിയ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. നിക്കിയ വിശ്വാസ പ്രമാണത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും അവിടെയാണ് വരുന്നത്. പിന്നീട് അടുത്ത സുന്നോദോസ് കൂടുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നോദോസിൽ വെച്ചാണ് പരിശുദ്ധാത്മാവ് എന്ന ഹൈപ്പോസ്റ്റാസിസിന് നിർവചനമുണ്ടാകുന്നത്. ഒന്നാമത്തെ സുന്നോദോസായ നിഖിയായിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അസ്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപപ്പെട്ടു. അത് ഉറപ്പിച്ച് വിശ്വാസ സത്യമായിട്ട്. അതൊരു പുതിയ ഉപദേശമല്ല, മറിച്ച് യേശുതമ്പുരാൻ പറഞ്ഞു കൊടുത്തതും അപ്പോസ്തലിക പിതാക്കന്മാർ ഗ്രഹിച്ചതും അവർ തലമുറയ്ക്ക് കൈമാറിയതുമായ സത്യവിശ്വാസത്തെ കൃത്യമായി ഉറപ്പിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിർവചനം കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നോദോസിൽ വന്നു. അടുത്ത എഫേസോസ് സുന്നോദോസിൽ വന്നപ്പോൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, യേശു കർത്താവ് മനുഷ്യത്വവും ദൈവത്വവും എങ്ങനെ സമഞ്ജസമായി സമ്മേളിച്ചു എന്നുള്ളതിനെ കുറിച്ച്, യേശു മനുഷ്യനായിരുന്നോ ദൈവമായിരുന്നോ, മനുഷ്യൻ മാത്രമായിരുന്നോ ദൈവം മാത്രമായിരുന്നോ, മനുഷ്യന് ദൈവമായിരുന്നോ, അതെങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശ്വാസ സത്യം ഉറപ്പിക്കുകയും മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എഫേസോസ് കൗൺസിലിൽ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് എഫേസോസ് കൗൺസിലിൽ രൂപപ്പെട്ട ഒരു ഉപദേശമല്ല. അതിനു മുമ്പ് തന്നെ മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് സഭ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസ പ്രമാണം ആദ്യമായിട്ട് ഭൂമിയിൽ ഏറ്റുപറഞ്ഞത് അത്താനാസിയോസോ, ബെസേലിയോസോ, ഗ്രീഗോറിയോസോ, പീലക്സീനോസോ, അന്തിമോസോ, ഈവാനിയോസോ ഒന്നുമല്ല. ആ വിശ്വാസം ഭൂമിയിൽ ആദ്യമായിട്ട് ഏറ്റുപറഞ്ഞത് പരിശുദ്ധാത്മ പൂരിതയായിട്ട് യോഹന്നാന്റെ മാതാവായ എലിശഭയാണ്. യഹൂദ നാട്ടിലെ മലനാട്ടിൽ വെച്ച് പറയുന്നത്, നിന്റെ വന്ദന സ്വരം കേട്ടപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ തുള്ളിച്ചാടി, എന്റെ കർത്താവിന്റെ അമ്മ
എൻ്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? ഹോളി തിയോട്ടോക്കോസ്, ദൈവമാതാവെന്ന വിശേഷണം പരിശുദ്ധാത്മ പൂരിതയായിട്ട് എലിസബത്താണ് നൽകിയത്. ഈ സത്യവിശ്വാസത്തെ ഉറപ്പിച്ച സുന്നോഹദോസാണ് എഫേസോസ് സുന്നോദോസ്. അതുകൊണ്ട് നമ്മൾ സഭയായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് നിക്കയായിലും കുസ്തന്തിനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പൊതു സുന്നോദോസുകളിലും അവയിലുണ്ടായിരുന്ന സ്ലീഹായ്ക്ക് അടുത്തവരും മിശിഹായെ ധരിച്ചവരുമായ നമ്മുടെ പുണ്യപിതാക്കന്മാരെ സകലമാന പേരെയും നമ്മൾ ഓർക്കുന്നു. അപ്പം ആ 3 സുന്നോദോസുകളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ വെച്ച് രൂപപ്പെട്ട ആ സത്യവിശ്വാസത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് ട്രൂ ചർച്ച്. ട്രൂ ചർച്ച്, ദാറ്റ്സ് എ ട്രൂ ഓർത്തഡോക്സി. ആദ്യം മുതലുള്ള എല്ലാ ഡിവിഷൻസ് ഉണ്ടാകുന്നുണ്ട്. അൺഡിവൈഡഡ് ചർച്ചിന്റെ 3 സൂനഹദോസിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നീട് ചർച്ചിൽ ഡിവിഷൻസും ധാരാളം സുന്നോദോസുകളും ഉപസുന്നോദോസുകളും ഒക്കെ വന്നു. വി ജസ്റ്റ് ഡോണ്ട് കെയർ. നമ്മൾ ആ 3 സുന്നോദോസിൽ വിശ്വസിക്കുന്നു. നീക്കിയാൽ വെച്ച് പിതാവും പുത്രനും ആര് എന്ത് എന്നുള്ള ആ നിർവചനം രൂപപ്പെടുകയും കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ നിർവചനം രൂപപ്പെടുകയും എഫേസോസിൽ വെച്ച് ദൈവമാതാവ് എന്ന വിശേഷണം രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് നിക്കയായിലും കുസ്തന്തിനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ ആ 3 പൊതു സുന്നോദോസിൽ രൂപപ്പെട്ട അതിപരിശുദ്ധമായ വിശ്വാസം നമുക്കിന്നുണ്ട്. കലർപ്പില്ലാത്തതും ഏറ്റവും ശുദ്ധവുമായിരിക്കുന്ന ആ ദൈവിക വിശ്വാസം ലഭിച്ചിരിക്കുന്ന മലങ്കരയിലെ വിശ്വാസികൾ ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞാൽ പോരാ, അതിഭാഗ്യവാന്മാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ പുത്രനെ മറിയാമുത്ഥാനത്തിൻ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൾ. തോട്ടത്തിൽ നീ എന്തിനു കരയുന്നാലേ ആരായുന്നു എന്നതിനെന്നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്നാൾ. താനവളെ മറിയാമേ എന്നാൽ ഓടിപ്പോയുടനവൾ അറിയിച്ചാൾ. കർത്താവുത്ഥാനം ചെയ്തെന്നാ സ്നേഹന്മാരെ മാർക്കുമോ. ഉത്ഥാനം ചെയ്തുടനെ തന്നെ കുരിശിച്ച സിഹിയോനെ നശിപ്പിച്ചു സഭാപാണി ഗ്രഹണത്തെ. ഒത്തുയിരിൻ തന്മേശയൊരുക്കം ചെയ്തതിനുൾ തൻ രക്തമതിൽ ചേർത്തോരാ പുത്രൻ നായ് സ്തോത്രം. സ്തോത്രം ശ്ലീബായാൽ വേണ്ടവനായി, സ്തോത്രം ചാവാനുയർ ചേർത്തവനായി, സ്തോത്രം പുണ്യത്തിനു തനുരുതിരങ്ങൾ തന്നവനായി. നയവാൻ പന പോലെ തളർത്തിടുമേ. ഹാലേലൂയ, ഓ ഹാലേലൂയ. വളരുമവല്ലഭനോത്കാരകിപ്പോ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ. ഹാലേലൂയ, ഓ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പാർക്കുമോ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സകദേന്മാർക്കും മൃഗരിൽ കരുണയും സൗമൻ കാലോസ്
ദൈവം മേലിനാഥന്യ മറിയാമിനു നൽകപ്പെട്ടു തീ പൂണ്ടോൻ വായിൽ തിങ്ങും ശോമോച്ചം നാഥന് കൂടെ തന്നുദയം ബാലക